വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ പിന്നിൻ മുന്നിൽ വേരാടി പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കരവായി പെയ്യും പോരാടി ഈ കഥയുടെ അരിയൊരു പൊരുളറിയാൻ അതിലൊരു ചെറുതരി മഴയുടെ സുഖമറിയാൻ പല വഴി തഴുകിയ മുഴുകിയ മൊഴികളുമാ കണ്ണിൽ വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ പിന്നിൻ മുന്നിൽ വേരാടി പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കരവായി പെയ്യും പോരാടി പാതിരാവിതിലെ ഇരുളിൻ മറയിൽ നിഴലിൻ കളിയറിയാം ഇതുവഴി ചാടിയോടും ഒരു കാട്ടുപൂച്ചയുടെ വിരലിൻ നഖമുന വെറുതെ പിഴുതെറിയാം അലയുമി ഭൂമിയാകെ അതിവേഗം കറക്കിയൊരാഴ്ച കൊണ്ടു കഥ തീർക്കാം പല കുറി മാഞ്ഞു പോയ മഴമേഘം വെറുമൊരു കൈ തടഞ്ഞു വഴി കാട്ടാം കലികാലം കോലം തുള്ളും നേരം ഞാനീ വിണ്ണിൻ കന്നി തിങ്കൾ പൊന്നിൻ ചന്തം ചൂടും നേരം ദൂരെ ദൂരെ അതിലോല സാന്ദ്രമൊരു ഗാനം കണ്ണിൽ വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ വിണ്ണിൻ മുന്നിൽ വേരാടി പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കനവായി പെയ്യും പോരാടി വല്ലഭനായി പുലിയെ പുല്ലാക്കാം പിന്നെ റോക്കറ്റേറി ഒരു പോക്കു പോയിട്ടിനി ഒരു നാൾ കരയുടെ മറുകരയേറി വരാം ഇനിയൊരു കാട്ടുകൊമ്പനവനോടും ഒരു കുറി പോരിനായി പടയേന്താം പഴയൊരു പാട്ടുപോലെ വഴിയോരം വരുമൊരു വീരശൂരനായി നാളെ കാറ്റിൻ എന്തോ മൂളും നേരം കാതിൽ മെല്ലെ ചൊല്ലും പോലും നാലു കൂടെ പാടും ഗാനം സ്വപ്നം കാണും പിന്നെ സ്വർഗം തേടും അതിദൂരെ കണ്ണിൽ വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ പിന്നിൻ മുന്നിൽ വേരാടി പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കരവായി പെയ്യും പോരാടി കഥയുടെ അരിയൊരു പൊരുളറിയാൻ അതിലൊരു ചെറുതരി മഴയുടെ സുഖമറിയാൻ പല വഴി തഴുകിയ മുഴുകിയ മൊഴികളുമാ കണ്ണിൽ വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ പിന്നിൻ മുന്നിൽ വേരാടി പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കരവായി പെയ്യും പോരാടി എന്റെ അമ്മോ, അയ്യോ എന്റെ ദൈവമേ, ഈ കോഴിക്ക് ഉറക്കമില്ലേ? ഓരോ ദിവസം കഴിയും തോറും നേരത്തെ ഒന്നിക്കല് മുതലാളിയോട് പറഞ്ഞ്
കോഴിക്കൂട്ടിലൊരു ക്ലോക്ക് സ്ഥാപിക്കണം, അല്ലെങ്കിൽ തട്ടണം. എടാ കുട്ടപ്പ, എന്തായാലും നീ പത്രം ഇടുന്നുണ്ട്. നിനക്ക് ഈ പത്രം കൊണ്ടുള്ള ഏറ് നിർത്തി ഈ കോലായിലേക്ക് ഇട്ട് പോയാലെന്താ? ഓ തന്നെ, വേണമെന്നുണ്ടോ എടുത്ത് വായിച്ചാൽ മതി കളവാ. മാസാമാസം ബില്ലും കൊണ്ട് ഇങ്ങകത്തോട്ട് കയറാൻ നിനക്കൊരു മടിയില്ലല്ലോ ചേകുത്താനെ. എന്നെ വിളിച്ചോ? അതെ, നിന്നെ തന്നെയാ. നീ ആ പത്രം ഇങ്ങെടുക്ക്. ഇന്ന് പത്രം വാങ്ങേണ്ടായിരുന്നു മുത്തച്ഛ. അതെന്താ? നോക്കൂ മുത്തശ്ശ, ഇതിലൊരു കളർ ഫോട്ടോ പോലും ഇല്ല. മണ്ടൻ, ഇങ്ങനെ പോയാൽ നിന്റെ കളർ ഫോട്ടോ മിക്കവാറും പത്രത്തിൽ വരും. മുത്തച്ഛ, എന്തിനാ എല്ലാവരും ഇങ്ങനെ പത്രം വായിക്കുന്നത്? ചുമ്മാ സമയം കളയാൻ. മോളെ, നാം നിത്യവും പത്രം വായിക്കണം. പത്രവായനയിലൂടെ നമ്മുടെ ചിന്ത ഉണരും, നമുക്ക് വിജയിക്കാനും കഴിയും. മുത്തച്ഛ, ഇനി എന്നും ഞാനും പത്രം വായിക്കും. മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടി. മുത്തശ്ശ, ആരാ ഇത്? ഇതാണ് ദിവ്യൻ. ദിവ്യനോ? അതെ, ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും സൗഖ്യം നൽകുവാനായി പിറവിയെടുത്ത ഒരു സന്യാസി. തക്കാളി 1 കിലോ, വെണ്ട 1 കിലോ, ഉരുളക്കിഴങ്ങ് 500, ബീട്രൂട്ട് 500, കോഴിയിറച്ചി. നിർത്തടാ, എന്താ ഇത്? നാളെ ഹർത്താലാണെന്ന കാര്യം മറന്നോ? അതിനെന്താ? ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഈ ദിവ്യനെ കൊണ്ട് വായുന്ന് എടുപ്പിക്കാം. ശരിയല്ലേ പ്രഭു? അങ്ങയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. കാണാതായ നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ അങ്ങേക്ക് കഴിയുമോ? നല്ല ചോദ്യം. ഞാനൊന്നും തനിച്ചു ചെയ്യാറില്ല. ജനങ്ങൾ എന്നോട് ആവശ്യപ്പെടട്ടെ, അപ്പോൾ തീരുമാനിക്കാം, അല്ലേ? അതെ അതെ. അങ്ങയുടെ മുടി എവിടെ? കയ്യിലെന്താ, മദ്യമാണോ? അങ്ങ് ചിരി നിർത്തി കാര്യം പറയൂ. ഭക്ത വേലു, ഇതു മദ്യമല്ല, സൗന്ദര്യവും ബുദ്ധിയും കൂട്ടാനുള്ള ഒരു ദിവ്യ ഔഷധമാണ്. ഇതു കഴിച്ചാൽ നിത്യ യൗവനം കിട്ടും. ഇതാ, നാം ഇതുപോലെ നിലനിൽക്കും. സത്യമാണോ പ്രഭു? അതേ ഭക്ത, പകലുപോലെ വ്യക്തമായ സത്യം. ഈ ദിവ്യ ഔഷധം കഴിച്ച് ഇതാ ഈ താടിയും മുടിയും അണിഞ്ഞ് 1 മണിക്കൂർ മിണ്ടാതെ കിടന്നാൽ നിനക്കും നിത്യ യൗവനം കിട്ടും. എന്താ അതിനൊരു നാറ്റം? ഭക്ത, ഹിമാലയ സാനുക്കളിൽ നിന്ന് പറിച്ചെടുത്ത ഔഷധ സസ്യങ്ങളിൽ നിന്നും വാറ്റി ഊറ്റിയെടുത്തതാണ് ഈ മിശ്രിതം. ഒറ്റയടിക്ക് കണ്ണുമടച്ചങ്ങ് കുടിച്ചോളണം. ആഹാ, എന്നാ പിടിച്ചോ. ഛർദിക്കരുത്. വാ വാ, ഇതാ ഈ താടി വയ്ക്കൂ, ഈ മുടി. ഹാ ചേലായി. പ്രഭു, അങ്ങ് മഹാനാണ്. ദൈവത്തെക്കാളും വലിയ മഹാൻ. ദൈവത്തെക്കാളും വലിയ മഹാൻ. അതൊക്കെ എന്ത് വേണം? പറയൂ പ്രഭു, പറയൂ പ്രഭു. സന്യാസിനി പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യ പുഷ്പവുമായി. അയ്യോ, അങ്ങടെ വേഷങ്ങൾക്ക് എന്താ ഒരു മാറ്റം? നിർത്തടാ കള്ള. അയ്യോ, ചൂടാവില്ല ചേട്ടാ. എന്താ ഇത്? ഒരുപാട് കളികൾ കണ്ടവനാണ് ഈ ഇന്ദുചൂടൻ.
ഏഴ്മല്ലപ്പൂഞ്ചൊല്ല മാമലക്ക് മണിമാല. നിർത്തടാ. ആഹാ സിൽസില ഐ സിൽസില സിൽസില ഹൈ സിൽസില. എന്റെ കൂടെ പോരുമോ സാറ സിൽസില സാറ സിൽസില സിൽസില സാറ സിൽസില സിൽസില സാറ സിൽസില 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 സാറ സിൽസില. ഓയ്, അയ്യോ. അയ്യോ വേലു. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ? ആശ കൊടുത്താലും കിളിയെ വാക്കു കൊടുക്കാമോ? വേലു, വേലു. എന്താ മുതലാളി? ആരാ ഇപ്പൊ വീട്ടിൽ വന്നത്? ആരാണെന്നറിയില്ല. അയാള് വന്നിട്ട് ചോദിക്കുക ഇവിടുത്തെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ വിടുമോ മുതലാളി? മുതലാളി പറഞ്ഞിട്ടില്ലേ പുറത്ത് നിന്ന് ആരെങ്കിലും വന്നാ നമ്മളെക്കുറിച്ച് പൊക്കി പറയണമെന്ന്. അതെ. ഞാൻ പറഞ്ഞു ഇവിടെ 5 ഫോണുണ്ട്, അതിനൊന്നും കംപ്ലൈന്റ് ഇല്ല. പിന്നെ 2 ഫ്രിഡ്ജും 3 TV-യും 4 കമ്പ്യൂട്ടറും ഉണ്ടെന്ന്. അതിനൊന്നും ഒരു കംപ്ലൈന്റും ഇല്ലാന്ന്. നമ്മളോടാ കളി. ഹോ, നശിപ്പിച്ചു. എടാ മണ്ട, ഫോൺ നന്നാക്കാൻ വന്ന ജോലിക്കാരനെയാണ് നീ പറഞ്ഞു വിട്ടത്. എങ്കിൽ അയാൾക്ക് പറയാമായിരുന്നില്ലേ? എന്ത്? നീ കള്ളമൊന്നും പറയണ്ട, ഇവിടുത്തെ ഫോണിന് കംപ്ലൈന്റ് ഉണ്ടെന്ന്. എടാ അത് അയാൾക്ക് മനസ്സിലാകണ്ടേ? ഇതുപോലും മനസ്സിലാകാത്ത ഒരാളെ കൊണ്ടാണോ ഫോൺ നന്നാക്കിക്കുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്, മുതലാളിക്ക് ബുദ്ധി ചോർച്ചയുണ്ടെന്ന്. നിർത്തടാ. നിർത്തി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വീട്ടിൽ വരുന്നവരോട് ആതിഥ്യ മര്യാദയോടെ പെരുമാറണം. അത് ശത്രുവായാൽ പോലും ഞങ്ങൾ പെരുമാറുന്ന പോലെ വിനയത്തോടെ പെരുമാറണം. ശരി മുതലാളി. ദേ നോക്ക്, നമ്മുടെ സുധാകരൻ മാഷല്ലേ വരുന്നത്. ഇന്ന് നേരത്തെയാണല്ലോ. മാഷേ വരണം വരണം. മാഷേ വരണം വരണം വരണം. ഇരിക്കൂ മാഷേ. ഇരിക്കും മാഷേ. ഇരിക്കാം. മാളൂട്ടി എവിടെ? അവൾ മുറിയിലുണ്ട്, പഠിക്കുവാ. മുറിയിലുണ്ട്, പഠിക്കുക. വേലു, പോയി ചായ എടുക്കടാ. പോയി ചായ എടുക്കാം. വേലു ഒരു രസികനാണല്ലോ. ഒന്നും പറയണ്ട മാഷേ, എത്ര പറഞ്ഞാലും തലയിൽ കേറില്ല. അതാ. ആർക്കാ തലയിൽ കേറാത്തത്? അല്ല, വേലുവിന്റെ കാര്യം പറയുമായിരുന്നു. അത് ശരിയാ മാഷേ. പക്ഷെ ആളൊരു പാവ. സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല, അതുകൊണ്ടാ. അല്ല, മാഷിന് മാളൂട്ടിയെ പഠിപ്പിക്കുമ്പോ അവരും 2 വാക്ക് പറഞ്ഞു കൊടുത്തൂടെ? പിന്നെ അതിനെന്താ? പിന്നെ പഠിക്കാൻ പറ്റിയ പ്രായം തന്നെയാ അവന്റേത്. അതൊന്നും സാരമില്ലെന്നേ. അവനും കൂടി അറിവ് പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തായാലും ഒരു ശ്രമം നടത്തിക്കളയാം, അല്ലേ മാഷേ? അതെ അതെ. നമുക്കിന്ന് മലയാളം പഠിക്കാം. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്. അതെ, എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്, കേട്ടോ? മാഷേ ചായ. വേലു, ഇവിടെ ഇരിക്കൂ. അയ്യോ, ഇരിക്കാനൊന്നും ഞാനില്ല. ഞാൻ പറഞ്ഞു കൊടുത്താ അവക്കൊന്നും മനസ്സിലാവൂലെന്നേ. തന്നെ ക്ഷണിച്ചത് പഠിപ്പിക്കാനല്ല, പഠിക്കാനാ. പഠിക്കാനോ? എന്താ, വേലുവിന് പഠിച്ചാ വല്ല അസുഖവും വരുമോ? അതല്ല, എന്നാലും വേണ്ടായിരുന്നു. താൻ പേടിക്കണ്ടോ, ഞാനല്ലേ പഠിപ്പിക്കുന്നത്. അത് തന്നെയാ പേടി. മതി, സംസാരം നിർത്ത്. ഇവിടെ ശ്രദ്ധിക്ക്. എവിടെയാ മാഷേ? ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം? കിട്ടിപ്പോയി. അയ്യോ മാഷേ, ദേ വേലുച്ചേട്ടൻ വീണു. വേലു, 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 വേലു. അയ്യോ, ഇവൻ എന്തു പറ്റി? നിങ്ങൾ പോയി ഡോക്ടറെ വിളിക്ക്. അസുഖം എന്താണെന്ന് മനസ്സിലായി. എന്താ അസുഖം ഡോക്ടർ സാറേ? പ്രശ്നമുള്ളൊരു കേസൊന്നുമല്ല. പിന്നെ എന്താ ഡോക്ടർ സാറേ ബോധം തെളിയത്തെ?
അതിന് 2 ഇഞ്ചക്ഷനുണ്ട്. അത് കുത്തുമ്പോഴേക്കും ബോധം തനിയെ തെളിയും. അയ്യോ 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 മതി സാറേ, എന്റെ അസുഖം മാറി. ശരിയാവില്ല. അസുഖം പൂർണ്ണമായും മാറണമെങ്കിൽ ഈ മരുന്ന് കൂടി കുത്തിവെക്കണം. അയ്യോ എനിക്കൊന്നുമില്ല, താ നോക്ക്, ഒരു പ്രശ്നവുമില്ല. വെറുതെ മരുന്ന് കുത്തിവെക്കേണ്ടതില്ലല്ലോ. എന്താ മോളെ, മോളെന്തിനാ കരയുന്നത്? അച്ഛാ, എനിക്ക് കളിക്കാൻ ആരുമില്ല. അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും എല്ലാം തിരക്കാം. മാളു, മോള് കരയല്ലേ. അച്ഛന് ജോലിക്ക് പോകണ്ടേ? വേണ്ട, ജോലിക്ക് പോകണ്ട. എന്റെ കൂടെ ആന കളിച്ചാൽ മതി. മാളു, അച്ഛൻ പറയുന്നത് കേൾക്കൂ. വേലു, വേലു, എന്താ മുതലാളി? നിന്റെ അടുക്കള ജോലി കഴിഞ്ഞോ? കഴിഞ്ഞു മുതലാളി. എങ്കിൽ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ശരി. വേൽച്ചേട്ടാ, വേൽച്ചേട്ടന്റെ വീട് എവിടെയാ? അറിയില്ല. അച്ഛനും അമ്മയും? ഒന്നും എനിക്കറിയില്ല. ഒരു പേരും ഇല്ലാതെ തെണ്ടി ഇറന്ന എനിക്ക് ഇങ്ങനെയൊരു ജീവിതം തന്നത് നമ്മുടെ മുത്തച്ഛനാ. വേൽച്ചേട്ടാ, എനിക്കൊരു പാട്ട് പാടിത്തരോ? മാളു, എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. മാളൊരു പാട്ട് പാട്, ഞാൻ കേൾക്കാം. എന്താ? ഞാൻ പാടാം, പക്ഷേ ആ മാവിലെ പഴുത്ത മാമ്പഴം എനിക്ക് പറിച്ചു തരുമോ? ശരി.
മല്ലികേ, ഇടേ മല്ലികേ. എന്താ അച്ഛാ കയ്യിൽ? ആ മോളെ, ഇത് ചില പ്രത്യേകതകളുള്ള ഒരു പഞ്ചവർണ്ണ കിളിയാ. ശരിയാ, നല്ല ഭംഗിയുള്ള പക്ഷി. ആ അത് മാത്രമല്ല, ഈ പക്ഷി 7 ഭാഷകളിൽ സംസാരിക്കും. മോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു നോക്ക്. നിന്റെ പേരെന്താ? ചിന്നക്കിളി. ഹായ്, സംസാരിക്കുന്നു. ഈ കിളിയെ എനിക്ക് തരുമോ? അതിനെന്താ, മോൾക്ക് തന്നെയാ അച്ഛൻ കൊണ്ടുവന്നത്. അല്ല, നീ പക്ഷി പിടുത്തവും തുടങ്ങിയോടാ? ഇതെന്റെ ഒരു സുഹൃത്ത് തന്നാണ് അച്ഛാ. മുത്തച്ഛ, ഈ കിളി സംസാരിക്കും. ചിന്നക്കിളി, ചിന്നക്കിളി. കൊള്ളാലോ മോളെ. ആഹാ, ചിക്കൻ സൂപ്പറായിട്ടുണ്ടല്ലോ. അയ്യോ മുതലാളി, അത് ചിക്കനല്ല, നല്ല ഒന്നാന്തരം കിളിയിറച്ചിയാ. ഏ, കിളിയിറച്ചിയോ? അതെ മുതലാളി, നേരത്തെ ഉമ്മറത്തൂന്ന് കിട്ടിയതാ. ഞാൻ അതിനെ എടുത്ത് പൊരിച്ചു. ഈശ്വര, എന്റെ പഞ്ചവർണ്ണ കിളി. എടാ, അത് 7 ഭാഷകൾ സംസാരിക്കുന്ന മിടുക്കൻ പക്ഷിയായിരുന്നു. അത് കാണാം മുതലാളി. എന്നിട്ട് ഞാൻ അതിനെ എണ്ണയിലിട്ട് പൊരിച്ചപ്പോ ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ. ആരാണ്? ആരാണ് നീ? പറയില്ലേ? ഇരിക്ക, ആ കടത്തിലിരിക്കാൻ. എന്താ വേലു, പേടിയുണ്ടോ? പേടിയോ? എനിക്കോ? അയ്യോ, എന്താ, എന്തു പറ്റി? കരണ്ട് പോയി തോന്നുന്നത് അല്ലേ? ഓ, ഇവനെ കൊണ്ട് തോറ്റു. ആ, കരണ്ട് ഇനി വരുന്ന കാര്യം സംശയമാ. ആ, എല്ലാവരും പോയി കിടന്നോളൂ. ആരാ ആരാ അത്? ഞാനാ മുത്തശ്ശ, വേലു. നീ എന്താ ഇവിടെ? ആ, എനിക്കറിയാം, യക്ഷിയുടെ സിനിമ കണ്ടിട്ട് മുത്തശ്ശന് പേടിയുണ്ടെന്ന്. മുത്തശ്ശന് തനിച്ച് കിടന്ന് പേടിക്കണ്ട എന്ന് കരുതി. അതുകൊണ്ടാ ഞാൻ. നന്നായി, നീ തനിച്ച് കിടന്ന നാളെ നിനക്ക് തന്നെ പണിയായിന്ന് വരും. പിന്നെ എന്തു പറഞ്ഞാലും കിളവിന് കിഞ്ഞാരം. കുഴിയിലേക്ക് കാലും നീട്ടി വെച്ചിട്ടും ഇതിനെ കാലം കാണുന്നില്ലല്ലോ ദൈവമേ. എന്താടാ? അല്ല, മുത്തശ്ശന്റെ ഒരു ധൈര്യം എന്ന് പറയുകയായിരുന്നു. ബോസ് പറഞ്ഞ കുട്ടി അത് തന്നെ. അല്ല, പൊക്കിക്കോ. നിങ്ങളുടെ പുന്നാരമകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവളെ വിട്ടുകിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തരണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമകളുടെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇടി, അയാൾ കാളു മാറിയതാണ്. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് നല്ലത് പണം തന്ന് കുട്ടിയെ തിരിച്ചു വാങ്ങുന്നതാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. 10 ലക്ഷം പോയിട്ട് 10 പൈസ പോലും തരില്ല. നിങ്ങൾ കുഞ്ഞിനെ എന്തു വേണമെങ്കിലും ചെയ്തോ. എടാ, നീ ഏത് നമ്പറിലേക്കാ വിളിച്ചത്? ബോസ്, അതേ നമ്പറിലേക്കാണ് ബോസ്. എന്നിട്ടെന്താ അവൻ പണം തരില്ല എന്ന് പറഞ്ഞത്? കുഞ്ഞിനെ വേണ്ടാതും. നിങ്ങൾക്ക് വീട് മാറിപ്പോയോ? ഇല്ല ബോസ്. ഹലോ, നിങ്ങൾ വീട് പരിശോധിക്കുക. നിങ്ങളുടെ കുഞ്ഞുമകൾ ഞങ്ങളുടെ കയ്യിൽ കിടന്ന് പിടയുകയാണ്. വച്ചിട്ട് പോടാ, രാവിലെ തന്നെ ആളെ മെനക്കെടുത്ത് ഇറങ്ങിക്കോളൂ. എടാ, ഫോണ് കട്ട് ചെയ്തു.
അതെങ്ങനെയാണ് ബോസ്? ഇന്നലെയല്ലേ ഞാൻ ഫോൺ ബില്ലടച്ചത്. ഓ അതല്ല, അയാൾ ഫോൺ വെച്ചു. അതെന്താ ബോസ്? കുട്ടി അവിടെ ഉണ്ടെന്നാ തോന്നുന്നത്. പിന്നെ ഈ ചാക്കിനകത്ത് ആരാടാ? ആരാ ബോസ്? കെട്ടഴിക്കടാ. പണി പാളി, ആള് മാറി. അതെ ബോസ്, ആള് മാറി, പണി പാളി. മണ്ടന്മാർ, നിങ്ങളെയൊക്കെ ഈ പണി ഏൽപ്പിച്ച ഞാനാ വിഡ്ഢി. അതെ ബോസ്, അതെ. അയ്യോ. വെള്ളം, വെള്ളം. ശബ്ദിക്കരുത്. അയ്യോ, ഞാൻ എവിടെയാ? നിങ്ങളൊക്കെ ആരാ? നീ ഏതാ? ഓ, ഇതറിയാനാണോ ചാക്കി കെട്ടി കൊണ്ടുവന്നത്? പറയടാ, പറയടാ. ഞാൻ മുതലാളിയുടെ വീട്ടിലെ വേലക്കാരനാ. ഓ, നശിപ്പിച്ചു. ഇത്ര കഷ്ടപ്പെട്ട് ഇവനെയാണോ തട്ടിക്കൊണ്ടുവന്നത്? എടുത്ത് കളഞ്ഞേക്ക് കടലിലേക്ക്. നാശം. അയ്യോ, എന്നെ കൊല്ലല്ലേ, ഞാനൊരു പാവം വേലക്കാരനാണ്. മിണ്ടരുത്. ബോസ് പറഞ്ഞതാ. നിന്നെ ഇപ്പൊ തന്നെ കടലിലെറിയും. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു വേലക്കാരന്റെ കുറവില്ലേ? നമുക്ക് പിന്നെ വേലക്കാരനാക്കാം. ബോസ്, ഇവനെ വേലക്കാരനാക്കിയ ഞങ്ങൾക്കെന്താ ജോലി? നിർത്തടാ. കിഡ്നാപ്പേഴ്സിന്റെ മാനം കെടുത്താൻ ഇറങ്ങിക്കോളും കഴുതകൾ. നിങ്ങളെയൊക്കെ ഈ പണിയേൽപ്പിച്ച ഞാനാണ് വിഡ്ഢി. അതെ ബോസ്, അതെ അതെ. അല്ല ബോസ്, അതെ. ആ, 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ കൊന്നുകളയും. ശരി യജമാനൻ ബോസ്. ഇന്നെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാം. ആഹൗ. നിർത്ത്, കഴിക്കാൻ വരട്ടെ. ഇവനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. വല്ല വിഷവും കലർത്തിയിട്ടുണ്ടെങ്കിലോ? അതെ ബോസ്, അതെ. ബോസിന്റെ ബുദ്ധിയെ സമ്മതിക്കണം. ബോസ് ആദ്യം കഴിച്ചാട്ടെ. നിർത്തടാ. ആദ്യം നീ കഴിക്ക്. സൂപ്പർ ബോസ്, സൂപ്പർ. What an idea, Sethi. മര്യാദക്ക് ചെയ്യടാ കഴുതകളെ. ഓ, തുടങ്ങിക്കോ. ശരി, ആദ്യം നീ വെക്ക്. എന്താടാ ഇത്? ബോസ് അല്ല പറഞ്ഞത് തോക്ക് താഴെ വെക്കാൻ? നീ എന്താ എന്നെ പരിഹസിക്കുകയാണോ? എന്താ ബോസ് അങ്ങനെ പറഞ്ഞത്? എടാ, ആ കാണുന്ന പോയിന്റിൽ ഉന്നം വെക്കാനാ പറഞ്ഞത്. ഓ ശരി ബോസ്. ഈ തോക്ക് ശരിയല്ല ബോസ്. ശരി ശരി, ഇനി ഞാൻ നോക്കാം ബോസ്. വേലു, നീ ഈ തോക്ക് തുടച്ച് വൃത്തിയാക്ക്. വല്ല പുരോഗമനവും ഉണ്ടോടാ? തോക്കിലെ ഉണ്ട തീരുന്നുണ്ട് ബോസ്. ഓ, നീയൊക്കെ എന്റെ ശിഷ്യന്മാരാണോടാ? അതെ ബോസ്, എന്താ പെട്ടെന്നൊരു ഡൗട്ട്? എടാ മണ്ടന്മാരെ, ഇങ്ങനെ ഉണ്ട തീർക്കുന്നതല്ലാതെ എന്നെങ്കിലും നീയൊക്കെ ലക്ഷ്യത്തിൽ കൊള്ളിക്കുമോടാ? അയ്യോ, എന്റെ തല പോയേ. ലക്ഷ്യത്തിൽ കൊണ്ടു. നോക്കടാ, ബോസിന്റെ തലയിൽ. നല്ല രസം. പിടിയടാ അവനെ. എന്റെ അമ്മോ, അയ്യോ അയ്യോ.
അയ്യോ രക്ഷിക്കണേ അയ്യോ. ആ, ഓഹോ അപ്പൊ എന്നെ പേടിയുണ്ട്. വാടാ വാ വരാൻ. നിന്ന ഞങ്ങള് അയ്യോ അയ്യോ ആ ഔ, എന്താ എന്റെ കൈ പോയേ. ഓ, യവന് അത് ശരി. അങ്ങനെ അയ്യോ ഓ അയ്യോ എടാ നിന്നെ ഞാൻ അയ്യോ 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 എന്നെ കൊല്ലല്ലേ. ദേ ആന. രക്ഷപ്പെട്ടു. നടക്കടാ അങ്ങോട്ട്. നീ കടന്നു കളയാമെന്ന് കരുതിയോടാ. എന്നെ നോവിച്ചിട്ട് ഒരു ഉറുമ്പ് പോലും രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയാ നീ. ഞാൻ പറഞ്ഞില്ലേ ബോസ് ഇവനെ പൊക്കുവെന്ന്. ഞാനും അതെന്നാ പറഞ്ഞ ബോസ്. നിർത്ത്. ഇവനെ പിടിച്ച് തടവറയിലേക്ക് തള്ളിയിട്. അനുഭവിക്കട്ടെ അവൻ. ഇവന് തടവറയിലാക്കിയ അടുക്കള പണി ആരെടുക്കും ബോസ്? നിനക്കൊക്കെ എന്താ പണി? പറഞ്ഞതനുസരിച്ചാ മതി. അയ്യോ 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 എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേ. അങ്ങോട്ട് നടക്കടാ. അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ഉണ്ടാ നടക്കടാ. എന്നെ ആര് രക്ഷിക്കാനാ? അവിടെ കിടക്കടാ. വല്ല പാമ്പോ വഴുതാരയോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വരാം. നിങ്ങളെ ഞാൻ നീ ഏതാ? ഞാൻ പറ, ആരാ? ഞാൻ വേലക്കാരനാ, വേലു. നീ എങ്ങനെ ഇവിടെ? എന്നെ തട്ടിക്കൊണ്ടു വന്നതാ. നിന്നെയോ? എന്തിന്? മുതലാളിയുടെ മോളെ തട്ടിക്കൊണ്ടുവരാനായിരുന്നു പദ്ധതി. ആള് മാറിപ്പോയതാ. അങ്ങേ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങെങ്ങനെയാ ഈ തടവറയിൽ? നിന്നെപ്പോലെ തന്നെയാ, പക്ഷേ ആള് മാറിയതല്ല. 2 ആഴ്ചകൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയ മുഖ്യമന്ത്രിയെ അറിയാമോ? ആ, ടിവിയിൽ കണ്ടിട്ടുണ്ട്. ആ നിർഭാഗ്യവാനാ ഞാൻ. പണത്തിന് വേണ്ടി എന്റെ ജീവന് വില പറഞ്ഞ് തട്ടിക്കൊണ്ടുവന്നതാ ആ ദ്രോഹികൾ. ഓ, മുഖ്യമന്ത്രി! ആദ്യമായിട്ടാ ഞാനൊരു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നത്. ആ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കേ കഴിയൂ. അയ്യോ, അതിന് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ സാറേ? ദൈവം എന്തെങ്കിലും വഴികാട്ടി തരും. നീ ആദ്യം ഈ പൂട്ട് തകർക്കാമോന്ന് നോക്ക്. ഇവിടെ എവിടെയോ വെള്ളമൊഴുകുന്ന ശബ്ദം കേൾക്കാറുണ്ട്. ചിലപ്പോൾ ആ വെള്ളം ചെന്ന് ചേരുന്നത് ഈ ഗുഹയുടെ പുറത്തായിരിക്കും. ദേ, ഒരു പാമ്പ്. അയ്യോ, എവിടെ? അയ്യോ! മന്ത്രി എവിടെ? സാറേ, സാറേ! വേലു, വേലു, ഇത് ഞാനാ. വേഗം വാ, രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. എന്ത് വഴി? വാ, കാണിച്ചു തരാം.
കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് തുഴയാം. ശരി ശരി. അയ്യോ സാറേ, അതൊരു കപ്പലാ. വേലു, ദാ നോക്കൂ, ഒരു പച്ചപ്പ് കാണുന്നു. അതെ അതെ, അത് കര തന്നെ. ആ, അതെ സാറേ, അത് കര തന്നെയാ. ആ, ഊ, ഹോ. രണ്ടാഴ്ചയിലേറെയായി കാണാതായ മുഖ്യമന്ത്രിയെ പോലീസ് രാപ്പകൽ തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ കേവലം ഒരു വേലക്കാരനായ വേലു ഭീകരന്മാരായ കള്ളന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നത് തികച്ചും അത്ഭുതകരമായിട്ടാണ് രാജ്യം ഇന്ന് വീക്ഷിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ജനഹൃദയങ്ങൾ ഇടം നേടിയ വേലുവുമായിട്ടുള്ള അഭിമുഖം അല്പസമയത്തിനുള്ളിൽ കാണാം. സാർ, താങ്കൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തിയത്? വളരെ സാഹസികവും ബുദ്ധിപരവുമായിട്ട് നീങ്ങിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഭീകരന്മാരുടെ കയ്യിൽ AK-47 പോലുള്ള തോക്കും മറ്റായുധങ്ങളും ഉണ്ടെന്ന് കേട്ടു. എന്ത് AK-47? അവരുടെ കയ്യിൽ AK-1500 വരെ ഉണ്ടായിരുന്നു. ഈ ദൗത്യത്തിൽ താങ്കൾക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ലേ? ഭയമോ? എനിക്കോ? നമ്മളിതെത്ര കണ്ടതാ. നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ഒന്ന് വിവരിക്കാമോ? ഒരുപാടുണ്ടല്ലോ. അതിങ്ങനെ ഒരു ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല. ഞാനിതിനെക്കുറിച്ച് ഒരു നോവൽ എഴുതുന്നുണ്ട്. ഒരു കോപ്പി നിങ്ങൾക്കും തരാം. എന്താ നിങ്ങളുടെ പേര്? സാർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാമോ? അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയുധങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഭീകരന്മാരോട് ഇങ്ങനെ പോരാടുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് കണ്ട അന്തം വിട്ട ഭാവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. താങ്കൾക്ക് കടലിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? 2-3 മണിക്കൂറോളം മുഖ്യമന്ത്രിയെ തോളിലിട്ടാണ് ഞാൻ നീന്തിയത്. എൻ്റെ ജീവൻ പോയാലും മുഖ്യമന്ത്രിയെ രക്ഷിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. കടലിൽ വെച്ച് സ്രാവിന്റെ ആക്രമണം ഉണ്ടായെന്ന് കേട്ടു. അതെ അതെ, മുഖ്യമന്ത്രിയുമായിട്ട് തുഴയുമ്പോൾ 5-6 ഭീമൻ സ്രാവുകൾ എൻ്റെ പിന്നാലെ വന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് മരിച്ചു പോയനെ. അതിലൊന്നിനെ ഞാനിങ്ങ് എടുത്തു കൊച്ചമ്മയ്ക്ക് കറി വയ്ക്കാൻ. സാർ, ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ട്. അയ്യോ വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സാർ, ഒരു വാർത്തയുണ്ട്. എന്ത്? മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ ഭീകരന്മാരെ പിടിക്കാനുള്ള ദൗത്യ സംഘത്തിന്റെ തലവനായി സാറിനെയാണ് നിയമിച്ചിരിക്കുന്നത്. എന്താണ് താങ്കളുടെ മറുപടി? വളരെ നല്ലത്, സന്തോഷം. എല്ലാവരും എന്താ പറയാ. വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ പിന്നിൻ മുന്നിൽ വേരാടി പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കരവായി പെയ്യും പോരാടി ഈ കഥയുടെ അരിയൊരു പൊരുളറിയാൻ അതിലൊരു ചെറുതരി മഴയുടെ സുഖമറിയാൻ പല വഴി തഴുകിയും ഒഴുകിയ മൊഴികളുമാ കണ്ണിൽ വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ പിന്നിൻ മുന്നിൽ വേരാടി പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കര
തറയിൽ നിഴലിൻ കളിയറിയാം. ഇതുവഴി ചാടിയോടും ഒരു കാട്ടുപൂച്ചയുടെ വിരലിൻ നഖമുന വെറുതെ പിഴുതെറിയാം. അലയുമി ഭൂമിയാകെ അതിവേഗം കറക്കിയൊരാഴ്ച കൊണ്ടു കഥ തീർക്കാം. പല കുറി മാഞ്ഞു പോയ മഴമേഘം വെറുമൊരു കൈ തടഞ്ഞു വഴി കാട്ടാം. കലികാലം കോലം തുള്ളും നേരം ഞാനീ വിണ്ണിൻ കന്നി തിങ്കൾ പൊന്നിൻ ചന്തം ചൂടും നേരം ദൂരെ ദൂരെ അതിലോല സാന്ദ്രമൊരു കാലം. കണ്ണിൽ വെണ്ടാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ വിണ്ണിൻ മുന്നിൽ നീരാടി ഞാൻ. പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കനവായി പെയ്യും പോരാടി ഞാൻ. വല്ലഭനായി പുലിയെ പുല്ലാക്കാം. പിന്നെ റോക്കറ്റേറി ഒരു പോക്കു പോയിട്ടിനി ഒരു നാൾ കരയുടെ മറുകരയേറി വരാം. ഇനിയൊരു കാട്ടുകൊമ്പനവനോടും ഒരു കുറി പോരിനായി പടയേന്താം. പഴയൊരു പാട്ടുപോലെ വഴിയോരം വരുമൊരു വീരശൂരനായി നാളെ. കാറ്റിനെന്തോ മൂളും നേരം കാതിൽ മെല്ലെ ചൊല്ലും പോലെ നാലു കൂടെ പാടും ഗാനം. സ്വപ്നം കാണും പിന്നെ സ്വർഗം തേടും അതിദൂരെ. കണ്ണിൽ വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ പിന്നിൻ മുന്നിൽ വീരാടി ഞാൻ. പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കരവായി പെയ്യും പോരാടി ഞാൻ. കഥയുടെ അരിയൊരു പൊരുളറിയാൻ അതിനൊരു ചെറുതരി മഴയുടെ സുഖമറിയാൻ. പല വഴി തഴുകിയും ഒഴുകിയ മൊഴികളുമാ. കണ്ണിൽ വെൺതാരം ചിന്നും നെഞ്ചിൽ പൊന്മോഹം മിന്നും നാളിൽ ഈ മണ്ണിൻ പിന്നിൻ മുന്നിൽ വീരാടി ഞാൻ. പൊള്ളും തീ കനലിൻ കടവിൽ ഉള്ളം പൊരികൊള്ളും നേരം നെഞ്ചിൽ കുളിരോലും കരവായി പെയ്യും പോരാടി ഞാൻ.